സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവർ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കാം. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരരെ കണ്ടു. ശബരീപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അന്ത്രയോസ്, കണിശമായിട്ടും. ഇനിയും നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചാൽ കാണാം, ആദ്യത്തെ ശിഷ്യനായിരുന്നു അദ്ദേഹം. കുറേ നാൾ നടന്നത് യോഹന്നാൻ മാപ്താനോട് കൂടിയായിരുന്നു. ഈശോ യോർദ്ദാനിലെ സ്നാനം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെ മാപ്താനായുടെ ശിഷ്യന്മാർ അങ്ങോട്ട് ചേർന്നു. അപ്പോൾ ആ 2 പേര് പോകുന്ന വാർത്ത നമുക്ക് യോഹന്നാനിലെ സുവിശേഷം 1 കാണാം. ആദ്യമേ ചോദിച്ചു, കർത്താവേ, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ ഒരു വാലും ചാലുമില്ലാത്ത ഉത്തരം പറഞ്ഞു, എന്താണ്? വന്ന് കാണുക. നിങ്ങൾ ആരും എൻ്റെ അടുക്ക വന്ന ചാച്ചൻ്റെ അഡ്രസ്സ് എന്നാണ് ചോദിച്ചാൽ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്നേ സ്ഥലം വിടും ഇല്ലേ? അങ്ങനെ ഒരു ഉത്തരമായിരുന്നു കർത്താവ് കൊടുത്തത്, വന്ന് കാണുക. ഇനിയും കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടോണ്ട് അന്വേഷണം തുടങ്ങി. പറയാണ്, വൈകുന്നേരം 9 മണിക്കൂർ വരെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ അന്വേഷിക്കുകയായിരുന്നു, എവിടെയായിശോ, എവിടെയായിശോ, എവിടെയായിശോ. കാരണം കർത്താവിന് അഡ്രസ്സില്ലായിരുന്നു. നമുക്കറിയാം, അവിടെ ഇവിടെ എല്ലാം ഓടി ഓടി കിടക്കുകയാണ്. ഒരു പറഞ്ഞു, അങ്ങോട്ട് പോയതേ ഉള്ളൂ, ഇങ്ങോട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ച് ആ ദിവസം മുഴുവൻ അന്വേഷണമായിരുന്നു. അവസാനം യേശുവും ശിഷ്യന്മാരും ഒന്നിച്ചു കൂടുന്ന സ്ഥലത്ത് എത്തി. അവരോടൊന്നിച്ച് ഭക്ഷിച്ചു. അതിന് അവരോടുകൂടി പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ ഓടി വന്ന സ്വന്തം സഹോദരൻ പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടു. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ വസിച്ച് തിന്ന് കുടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ മിശിഹായെ കണ്ടു. അപ്പോൾ അന്ത്രയോസ് മിശിഹായെ കണ്ട ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, പിന്നീട് 12 അപ്പോസ്തലന്മാർ മാത്രമല്ല കണ്ടത്, കർത്താവിനെ പീഡിപ്പിച്ച് നടന്ന സാവൂളും യേശുവിനെ കണ്ടു. അങ്ങനെയാണ് അവൻ അപ്പോസ്തലൻ ആയത്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലൻ ആകാൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദൂതുമായി പോകുന്നവർ. 1-ാം വായനയിൽ നിങ്ങളത് കേട്ടു. വചനം പ്രഘോഷിച്ചില്ല എങ്കിൽ ആര് കേൾക്കും? കേട്ടില്ല എങ്കിൽ ആര് രക്ഷ പ്രാപിക്കും? കാരിഷ് ഭവൻ ചെയ്യുന്ന ജോലി, കാരിഷ് ഭവനിലെ ഓരോ വൈദികരും ശുശ്രൂഷകരും ചെയ്യുന്ന ജോലി അതാണ്, കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക. ഇതൊരു ക്രിസ്ത്യാനിയുടെ വലിയ കടമയാണ്. അങ്ങനെ പ്രഘോഷിച്ച് കർത്താവിനെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞ് അവരും യേശുവിനെ കണ്ടുമുട്ടുന്നവരായി തീരുക. ഇന്ന് നമ്മൾ നമ്മോട് തന്നെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ടത്, ഞാൻ മിശിഹായെ കണ്ടോ? മിശിഹ എന്ന് പറഞ്ഞാൽ രക്ഷകൻ. ഞാൻ ആ രക്ഷകനെ കണ്ടുമുട്ടിയോ? എങ്കിൽ ഞാൻ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ രക്ഷ പ്രാപിച്ചോ? ഇല്ല എങ്കിൽ അന്വേഷിക്കണം. ആ വിഷയമാണ് ഉച്ച കഴിഞ്ഞ് ഞാൻ പറയാൻ പോകുന്നത്. നാളെ നമ്മൾ ആഗമനകാലം ആരംഭിക്കുന്നു. അന്വേഷണത്തിൻ്റെ സമയമാണ്. ഇവിടെ അന്ത്രയോസ് അന്വേഷിച്ചു. കൂടെയുള്ള ശിഷ്യൻ യോഹന്നാനായിരുന്നു. അന്വേഷിച്ചു, കണ്ടുമുട്ടി. മറ്റുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടുവെന്ന്. അദ്ദേഹം യേശുവിൻ്റെ മരണം കണിശമാറ്റം ദിക്സാക്ഷിയായി കണ്ടവനാണ്. ഇനിയും ആ കാൽവരിയിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി. എന്തായിരുന്നിരിക്കണം അവൻ്റെ ശ്രദ്ധ? അവസാനത്തെ തുള്ളിച്ചോര പോലും കുരിശു ചിന്തുന്ന തൻ്റെ കർത്താവ്. താഴെ നിൽക്കുന്നു അവൻ്റെ അമ്മ. രക്തമൊന്നും ചിന്തിയില്ലെങ്കിലും ഈ സഹനമെല്ലാം ഉള്ളിൽ പേറിക്കൊണ്ട് ഒരു രക്തസാക്ഷിണിയായിട്ട് നിൽക്കുന്നു. അതാണ് കണിശമായിട്ടും കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ 2 തരത്തിലുള്ള രക്തസാക്ഷിത്വം ഉണ്ട്. ഒന്ന് രക്തം ചിന്തിയുള്ള രക്തസാക്ഷിത്വം, മറ്റേത് രക്തരഹിത രക്തസാക്ഷിത്വം. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകമെമ്പാടും
രക്തം ചിന്തിയുള്ള രക്തസാക്ഷിത്വം ധാരാളം ക്രിസ്ത്യാനികൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കൂടെ വായിക്കുന്നുണ്ട്, മണിപ്പൂർ കേരളത്തിലും ആവർത്തിക്കുമെന്ന്. മണിപ്പൂരിൽ നടക്കുന്നത് രക്തസാക്ഷിത്വമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എങ്കിലും അതിവിദൂരമല്ലാതെ നമുക്കും അതിനുള്ള ചാൻസ് കിട്ടിയെന്ന് വരാം കേട്ടാ. അതിനുവേണ്ടി നമ്മൾ തയ്യാറാണോ? യേശുവിന് വേണ്ടി രക്തം ചിന്താൻ പോലും തയ്യാറാണോ? ഞാൻ പണ്ട് പറഞ്ഞ എൻ്റെ കൂടെ വചനം പുകഴ്ചിച്ച് നടന്ന ജോസഫ് എന്ന ജർമ്മൻകാരൻ, അവനെ പിടികൂടി ഇറാഖിൽ വെച്ച് ഐസിസ് അവൻ്റെ കൈയും കാലും വെട്ടി, തലവെട്ടി. അപ്പോഴെല്ലാം അവൻ പറഞ്ഞു, എൻ്റെ കർത്താവിൽ നിങ്ങൾക്കാർക്കും എന്നെ വേർതിരിക്കാൻ സാധ്യമല്ല എന്ന്. പൗലോസ് പറയുണ്ടായി, ആർക്കും വെട്ടി മാറ്റപ്പെടാത്ത ഒരു സ്നേഹം എനിക്ക് എൻ്റെ ദൈവത്തോടുണ്ട് എന്ന്. അത് അങ്ങനെ ഒരു സ്നേഹമുണ്ടോ? അതോ ആ ജീവനെ രക്ഷിക്കാനായിട്ട്, ഈ ഭൗമിക ജീവിതം രക്ഷിക്കുവാനായിട്ട് അത് ഒരുപക്ഷെ പറയും, ഞാൻ അധരം കൊണ്ടേറ്റ് പറഞ്ഞില്ലെങ്കിൽ ഉള്ളുകൊണ്ടേറ്റ് പറയുന്നുണ്ട്. മലയാളി ആരാ പാർട്ടി? അതെ, പരസ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കാണ്ട് പറഞ്ഞേക്കും, ഉള്ളുകൊണ്ട് ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചില്ല കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോവുകയും ചെയ്യും, ഒരു വിശ്വാസ വഴിപാടും കൊടുക്കും, എന്നാലും എൻ്റെ ഉള്ളു കർത്താവിലാണ്. അങ്ങനെ ഡബിൾ ലൈഫ്, രണ്ടു തരത്തിൽ അത് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഞാൻ ഉൾപ്പെട്ട മലയാളികൾ. ഹല്ലേലൂയ. ഇവിടെയാണ് നമുക്ക് കുറേ യാഥാർത്ഥ്യങ്ങൾ, അത് സത്യങ്ങൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ട്. അപ്രകാരം രക്തം ചിന്തേണ്ട നിമിഷം വന്നാലും ഈ അപ്പസ്തോലന്മാരെ പോലെ അല്ലെങ്കിൽ രക്തസാക്ഷികളെപ്പോലെ അവസാനത്തെ തുള്ളി പോലും ആ ഗുരുവിനെ പോലെ ചിന്താൻ തയ്യാറാവുക. ഹല്ലേലൂയ. ഒരു പക്ഷേ നമുക്ക് ഏറെ പേർക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല എന്ന് വരാം. നിങ്ങൾക്കറിയാമോ, ആദ്യ നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വത്തിനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു. എനിക്ക് രക്തസാക്ഷിയാണ്. അതിനെന്താണ്? കർത്താവിനെ പോലാകാനായിട്ട് സന്തോഷത്തോടെയാണ് രക്തസാക്ഷിത്വം അവർ കൈവരിച്ചത്, അന്ത്രയോസ് സഹിതം. പ്രിയപ്പെട്ടവരെ, മറ്റ് ഒരു രക്തസാക്ഷിത്വം രക്തരഹിത രക്തസാക്ഷിത്വം, അത് മാതാവാണ് നമുക്ക് ഉദാഹരണം. അതെ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് സന്തോഷവതിയായി സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ. ഇത് അതെ നമ്മൾ ഭൂരിപക്ഷം പേർക്കും മാതൃക. എന്തായാലും രക്തസാക്ഷിയാകാതെ സ്വർഗത്തിൽ പോക്ക് നടക്കുകയില്ല. ഹല്ലേലൂയ. യേശുവിനോട് ചേർന്നാണെന്ന് രക്ഷ പ്രാപിക്കുമ്പോൾ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ രക്തസാക്ഷികളാകണം. ഈ കരിസ്മാനിലൊക്കെ കൗൺസിലിങ്ങിന് വരുന്നതും പ്രാർത്ഥനയ്ക്ക് വരുന്നതൊക്കെ എന്താണ്? ഈ രക്തസാക്ഷി ഒന്ന് മാറ്റിക്കിട്ടാനാണ്. എൻ്റെ വീട്ടിൽ കടബാധ്യത, എൻ്റെ വീട്ടിൽ രോഗങ്ങൾ, എനിക്കും രോഗങ്ങൾ, എൻ്റെ കർത്താവ് ഈ കുരിശൊന്നും മാറ്റിത്തരണമേ, പറ്റുമെങ്കിൽ ഒരു ഭാര്യയെക്കൊണ്ട് ഭാര്യ ഒന്ന് മാറ്റിത്തരണമെന്നും പ്രാർത്ഥിക്കുന്നവരും ചെയ്യുന്നവരും ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ കൽപ്പന എന്താണ്? കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. എൻ്റെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം, അയൽക്കാരനായിരിക്കാം, ഒരു കുരിശ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിന് കൃപ വേണം, കൃപ നിറയണം. അതുകൊണ്ട് ആ മറിയത്തെ വിളിച്ചത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ ദൈവപരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ ശക്തി ഉണ്ടെങ്കിൽ ഏത് സഹനങ്ങളെയും സഹിച്ച് സന്തോഷത്തോടെ ആ മുഖത്തേക്ക് നോക്കി അമ്മയുടെ മുഖത്ത് മ്ലാനവതയല്ല, അവൾ സന്തോഷവതിയാണ്. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് നടക്കേണ്ടവരല്ല നമ്മൾ. പിന്നെ കർത്താവിൻ്റെ സന്തോഷം സദാ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനാണ് നമ്മുടെ മുമ്പിൽ ക്രൂശിതനായ കർത്താവ്. ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്കറിയാമോ, ഗ്രീസിലും ജെറൂസലമിലും ഇങ്ങേറ്റം റഷ്യ, റൊമേനിയ, ഇക്രീവ്, ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഉക്രൈനിലുമൊക്കെ വചനവുമായിട്ട് പോയവനാണ് അന്ത്രയോസ്. ഈ രാജ്യങ്ങളുടെ മധ്യസ്ഥനും കൂടിയാണ് അന്ത്രയോസ്. നിങ്ങൾക്കറിയാം, കീവിൽ ഇപ്പോൾ വലിയ യുദ്ധം നടക്കുകയാണ് റഷ്യയുമായി. ഈ റഷ്യയുടെ മധ്യസ്ഥനാണ്, അതുപോലെ ഉക്രൈൻ്റെയും മധ്യസ്ഥൻ ആണ് അന്ത്രയോസ്. ഇനിയും അവനെ പിടികൂടി. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിലെ മതപീഡനം ഗായൂസിൻ്റെ കാലത്ത് പിടികൂടി. അവനോട് പറഞ്ഞു മതം ഉപേക്ഷിക്കാൻ, ക്രിസ്തു മതം ഉപേക്ഷിക്കാൻ. അവൻ പറഞ്ഞു തല പോയാലും ഇല്ല എന്ന്. അപ്പോൾ വലിയൊരു കുരിശുമായി വന്നു. അപ്പോൾ അവൻ പറഞ്ഞ പ്രാർത്ഥന വളരെ മനോഹരമാണ്. എൻ്റെ ഗുരുവിനെ സ്വീകരിച്ച് രക്തം ചിന്താൻ അനുവദിച്ച കുരിശിയെ ഉമ്മ. ഐ എംബ്രേസ് the cross on which my master gave up his life to the Father. പിതാവിന് തൻ്റെ ജീവനെ നൽകിയ, അതിന് കുരി ഉപയോഗിച്ച ആ കുരിശെ സ്വസ്തി എന്ന് പറഞ്ഞ് കുരിശിനെ ചുംബിച്ചു. ഇത് ഞാൻ പറയുമ്പോൾ ഒത്തിരി വിഷമമുണ്ട്. ആ കുരിശ് ചുംബിക്കാനുള്ള ഭാഗ്യം നമ്മൾ പലർക്കും ഇല്ല. കുരിശു രൂപങ്ങളെല്ലാം എടുത്തു മാറ്റി. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഞാൻ പച്ചക്കെ പറയുന്നു, നിങ്ങൾക്കൊരു കുരിശു രൂപം ഉണ്ടായിരിക്കണം നോക്കാൻ. അത് വിഗ്രഹാരാധനയായിട്ടല്ല,
ആ ക്രൂശിതനെ ധ്യാനിക്കുക. അതുകൊണ്ടാണ് കാരിശവാൻ നടുക്ക് ആരംഭിച്ചപ്പോൾ മുതൽ ഒരു കുരിശ് രൂപം. ആ രൂപത്തെ ആരാധിക്കാനല്ല, രൂപത്തെ മുത്താനല്ല, അവിടെ ക്രൂശിതനാവിനെ മനസ്സിൽ കാണാനും ധ്യാനിക്കാനും ആ യേശുവിനെ പോലെ ജീവൻ സമർപ്പിക്കാനും. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ ഫോട്ടോ വെച്ച് അപ്പനെ പറ്റി ചിന്തിച്ച് ആ ഫോട്ടോയ്ക്കൊട്ട് ഉമ്മ കൊടുക്കും ചിലപ്പം, അല്ലേ? എങ്കിൽ അതുപോലെ ഒരു പക്ഷേ ഉപ്പം വെച്ചേക്കാം. അപ്പോൾ പെന്തക്കോസ്തുകാർ പറഞ്ഞേക്കാം വിഗ്രഹാരാധനയാണെന്ന്. അല്ല മക്കളെ, എൻ്റെ ബൈബിളിൻ്റെ ആദ്യത്തെ പേജിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. ബൈബിൾ എടുക്കുമ്പോൾ അതും എടുത്ത് അമ്മയോടും അപ്പനോടും ഞാൻ പ്രാർത്ഥിച്ച് ഉമ്മ കൊടുക്കും. ഹല്ലേലൂയ. അവർ സ്വർഗത്തിലാണെന്ന് എനിക്കറിയാം, അരൂപിയിലാണ് എന്ന്. എന്നാലും മനസ്സിൽ കണ്ട് എനിക്ക് ധ്യാനിക്കാം. അതുകൊണ്ടാണ് നമ്മൾ സ്വരൂപങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെ കുരിശുരൂപമൊക്കെ ഉപയോഗിക്കുന്നത്. അത് ആവശ്യവുമാണ്. കാരണം നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളവരാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നതാണ് അത് ഇപ്രകാരമുള്ള അത് കുരിശുരൂപം, അല്ലെ മാതാവിൻ്റെ രൂപമൊക്കെ. പിന്നെ അത് എഴുന്നള്ളിക്കുന്നതും അത് വലിയ വിജാതിയെപ്പോലെ കൊണ്ട് ചണ്ടയടിച്ച് വെഞ്ചാമരമൊക്കെ വീശുന്നത് വിജാതിയാണ്. അതല്ല ഞാനീ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ആ ക്രൂശിതനെ ധ്യാനിക്കുക. അതെ, അന്ത്രയോസ് ആ കുരിശിനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, കുരിശേ വന്ദനം, ഞാനിതാ എൻ്റെ ഗുരുവിനെ പോലെ എൻ്റെ രക്തം ചിന്താൻ തയ്യാറ്. അവർ അത് ആ കുരിശി തറയ്ക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഞാനതിന് യോഗ്യനല്ല. പത്രോസും അത് പറഞ്ഞു. നമുക്കറിയാം പത്രോസിനെ തലകഴുക്കനാൻ ജാതിയാവും അത് കുരിശി തറച്ചത്. ഇവിടെ അവരെന്ത് ചെയ്തു? ആ കുരിശ് അത് ഒരു ഗുണചിഹ്നം പോലെ കെട്ടി. അതെ, അങ്ങ് ആ ഗ്രീസിൽ ഇപ്പോഴും അത് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷ്യം നൽകിയ സ്ഥലം. അവിടെ പോകാനും പ്രാർത്ഥിക്കാനും ഭാഗ്യം തമ്പുരാൻ എനിക്ക് തന്നുകൊണ്ട് പറയുകയാണ്. അത് ഒരു ദിവസം മുഴുവൻ 2 ദിവസം മുഴുവൻ 48 മണിക്കൂർ ആ കുരിശിൽ കിടന്നിട്ടാണ് ജീവൻ വെടിഞ്ഞത്. ഹല്ലേലൂയ. അത് ഓരോ തുള്ളി ചൗരയും ചിന്തിയപ്പോൾ അന്ത്രയോസ് പറഞ്ഞു കാണാൻ, കർത്താവേ ഈ ലോകത്തെ രക്ഷിക്കണമേ എന്ന്. നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലാ തകർച്ചകളിലൂടെയും കടന്നു പോകുന്നു. നമുക്കറിയാം, ഞാൻ പറയാതെ കണ്ട് എപ്പോഴാണ് ഒരു ബോംബ് വീണ് ഈ ഭൂമിയിലുള്ളവരെ എല്ലാം കൊല്ലാൻ പോകുന്ന തമ്പുരാനെ അറിയത്തുള്ളൂ. അത് ഓരോ രാജ്യങ്ങൾ മുന വെച്ചുകൊണ്ട് ഇപ്പോൾ ബോംബിടുമെന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ക്രൂശിതനായ കർത്താവിനെ കണ്ടുകൊണ്ട്, ക്രൂശിക്കപ്പെട്ട കർത്താവെ, അത് ഏത് നിമിഷം ഈ ലോകത്തോട് വിടവാങ്ങേണ്ടി വന്നാലും കർത്താവെ, അങ്ങേ ക്രൂശിലൂടെ കണ്ടെത്തിയ രക്ഷ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലെ വിഷമങ്ങൾ, ശരീരത്തിലെ വിഷമങ്ങൾ, ലൗകികമായ ബന്ധനങ്ങൾ, കടബാധ്യതകൾ, ഭാരങ്ങൾ എല്ലാം ആയിട്ട് വരൂ. കടബാധ്യതയുള്ളവരെ, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരൂ എന്ന് പറഞ്ഞാൽ ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. അത് ദീപബലിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഉടൻ തന്നെ കർത്താവ് ശരീരവും രക്തവുമായി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന വിധത്തിൽ, തൊടാവുന്ന വിധത്തിൽ, തിന്നുകയും കുടിക്കുകയും ചെയ്യാവുന്ന വിധത്തിൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഇപ്പോൾ സന്നിധാനം ചെയ്യാൻ പോകുന്നു. ഭയഭക്തിയോടെ ഹൃദയം തുറക്കാം. എന്തിനും തയ്യാറായിക്കൊണ്ട് ആ അപ്പസ്തോലന്മാരെ പോലെയും മറ്റ് രക്തസാക്ഷികളെപ്പോലെയും അല്ല, ഈശോയെപ്പോലെയും മാതാവിനെപ്പോലെയും എന്ത് സകലങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും കർത്താവേ, അങ്ങോട്ട് ചേർന്ന് ഞാൻ ആ കുരിശെടുത്ത് പിന്നാലെ പോകും. അങ്ങനെ നിശ്ചയദാർഢ്യമുള്ളപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയും. ഹല്ലേലൂയ. അതേ സമയം സംശയിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടോ, കർത്താവിൻ്റെ ദുഃഖങ്ങളൊന്നും കാണുന്നില്ലേ, ഈ പ്രാർത്ഥിച്ചിട്ടും കാര്യഭവനിൽ പലപ്പോഴും വന്നിട്ടും എന്താ കർത്താവ് കണ്ണ് തുറക്കാത്തത്? കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും തുറന്നായിരിക്കുന്ന കേട്ടാ. പുള്ളി ഒരിക്കലും കണ്ണടക്കിയില്ല. രാവും പകലും നമ്മളെ നോക്കി സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ അത് നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കണം. അതെ, നമുക്ക് ഹൃദയം തുറന്ന് അതിനായിട്ട് ആഗ്രഹിക്കാം. അത് ഒരു പുതിയ മാസം തുടങ്ങുന്നു, പുതിയ വർഷമാണ്. ഞങ്ങളുടെ ആരാധനാക്രമം അനുസരിച്ച് അത് ഈ ആരാധനാക്രമത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, അവസാന ദിവസമാണ് ഇന്ന്. നാളെ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നു. അപ്പോൾ നമുക്കും അതെ പല അവസരങ്ങളുണ്ട് പുതിയ വർഷം ആരംഭിക്കാൻ. പക്ഷേ ജനുവരി 1-ാം തീയതി ആയിരിക്കാം, അത് നാളെ ആയിരിക്കാം, നമ്മുടെ ബർത്ത്ഡേക്കായിരിക്കാം. നമുക്ക് പല അവസരമുണ്ട് അത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ. ഇത് ഒരു അവസരം ആയിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, കുരിശുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇതാ കുരിശിൻ്റെ അടുത്ത് അങ്ങയുടെ പിന്നാലെ വരുന്നു. ആ മനോഹരമായ ഗാനം നിങ്ങൾക്കറിയാം. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തുമേലിൽ
പിന്നിലേക്ക് അല്പവും ഈ ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും സഭയെയും ലോകം മുഴുവനെയും കർത്താവിന് അർപ്പിക്കാം. ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ച് കേട്ട വചനം ഏതെങ്കിലും തരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നന്ദി പറയുക. ആ വചനം മാംസമാകട്ടെ, വെറും കേൾവിക്കാരാകാതെ പിന്നെയോ കേട്ട വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാകട്ടെ. അതിനായിട്ട് പരിശുദ്ധാത്മാവേ വരണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ ആത്മാവേ വരണമേ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക.